സ്നേഹം നിറഞ്ഞവരെ, ABCD ഫാമിലി UK മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ബീട്രൂട്ട് ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ബീട്രൂട്ട് സ്ലൈസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് ബീട്രൂട്ട് ഇട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ഇടിയപ്പം പൊടിയാണ്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം. നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് ബീട്രൂട്ടിൻ്റെ വെള്ളം നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത ബീട്രൂട്ട് വാട്ടറിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇടിയപ്പം സോഫ്റ്റിന് വേണ്ടി കോക്കനട്ട് ഓയിൽ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടിയപ്പ പൊടിയിലോട്ട് അല്പമായി ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അത് നന്നായി കുഴച്ച് റെഡിയാക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ റെഡിയാക്കുക. നല്ല ചൂടോടുകൂടിയാണ്. ഇനി നമുക്ക് അല്പം വെള്ളമൊക്കെ വെച്ച് ഇടിയപ്പ പാത്രം നമുക്ക് സ്റ്റവിലോട്ട് വെക്കാം. ഇടിയപ്പ തട്ട് നമ്മളെടുത്ത് അതിൽ അല്പം ഓയിൽ തേച്ച് കൊടുക്കുന്നു. അത് ഇടിയപ്പം ആ പാത്രത്തിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇടിയപ്പം മേക്കർ അല്ലെങ്കിൽ സേവനാഴി എടുത്ത് അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ മിക്സ് റെഡിയാക്കി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിനു മുമ്പായിട്ട് നമ്മൾ സേവനാഴിയിൽ അല്പം ഓയിൽ തേച്ച് കൊടുക്കണം. നമ്മൾ സേവനാഴിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ആ മിക്സിൻ്റെ അകത്ത് നമ്മൾ എണ്ണ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്തിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നേരെ ഇടിയപ്പ പാത്രത്തിലോട്ട് വെക്കുന്നു.
നമ്മൾ ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് ഒരു കാസറോളിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഇരിക്കും. ഇനി ഇടിയപ്പം ചൂടോടുകൂടി മുട്ടക്കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.